വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജാഫോഡിൽസ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുടെ ടൈറ്റിലൊക്കെ കണ്ടുപോലെ തന്നെ ഒരു കുരുമുളക് പറിക്കൽ ആണ് ഇന്നത്തെ വീഡിയോ. ലെറ്റ്സ് ഗോ. സോ അപ്പം ലാഡറൊക്കെ ഞാൻ എന്താ ഇതിനെയൊക്കെ വെച്ചു, മരത്തിൽ വെച്ച് നല്ല റെഡിയായി. നമുക്ക് അടുത്തൊരു സംഭവം ചെയ്യാം. അതായത് നമ്മൾ കുരുമുളക് പറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ കൊട്ടക്കൊക്കെ പകരം ഒരു ബാഗ് പോലെ നമ്മൾ ഷോളിനും കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുത്തിലേക്കൊണ്ട് നമ്മൾ സൂപ്പർ ഹീറോ പോലെ കെട്ടില്ല, അതിൻ്റെ രണ്ടിൻ്റെ എഡ്ജസ് കൊണ്ട് താഴത്തെ അറ്റം നമുക്ക് കൂട്ടി കെട്ടും. അപ്പോൾ നമുക്ക് കുരുമുളകൊക്കെ ഇങ്ങനെ പറിച്ചിട്ടിടാം. ഇപ്പം നമുക്ക് വേറെ ആളെ ഹെൽപ്പൊന്നും വേണ്ട, കൊട്ടയൊന്നും പിടിക്കാനും താഴേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പിടിക്കാനും ഒന്നും വേണ്ട. അപ്പം ഇങ്ങനെയാണ് ഈ കുരുമുളക് കൃഷിക്കാരും ഇങ്ങനെ ഇപ്പോഴും പണ്ടൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർ മുണ്ടാണ് ഉപയോഗിക്കുക. ഇപ്പം നമുക്ക് മുണ്ടൊന്നും വേണ്ട, നമുക്ക് ഷാള് നമുക്ക് കുറയൊന്നുമില്ലല്ലോ, നമുക്കൊരു മരമല്ലേ ഉള്ളൂ. സോ ഇപ്പം ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഫുൾ റെഡിയായി നമ്മളിത് ആ മരത്തിൽ കയറി ആദ്യം നമ്മൾ താഴോട്ടിനൊക്കെ കുറച്ച് പറിച്ചു. മേലോട്ട് പോകും, പിന്നെ സൈഡിലേക്ക് നമ്മൾ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ടൊക്കെ പറിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറിക്കണം. ബാക്കോട്ടൊക്കെ കുറേ ഉണ്ട്. ഇനി ഒറ്റ പറിക്കലാണ്. സോ അമ്മ നമുക്ക് എണീക്ക് ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ മരത്തിനെയും പിടിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇപ്പം എന്താ നമ്മുടെ സഞ്ചി ഇങ്ങനെ നിറഞ്ഞു തുടങ്ങി കേട്ടോ. Think she's sweet as candy. I know you wanna be with her, but Josie got a reputation to scratch behind that purr. She's got her little game perfected. She'll let you think you have control, and then one day when you least expect it, she'll steal away your soul. It's so easy when you think you're winning, but she's got herself another plan. Don't think you're being clever like a modern man, but Josie has the upper hand. കുരുമുളക് പറിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ സഞ്ചി ഇങ്ങനെ ആയി കാണിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങി. ഇങ്ങനെയാണ് ഉണ്ടാവുക, നല്ല താഴേക്ക് ഇറങ്ങി വരും, കുരുമുളകിൻ്റെ അകത്തിടാം. അപ്പം നമ്മുടെ കുരുമുളക്. അപ്പം നമുക്കിനി ബാക്കി പറിക്കാം. ഞാൻ പറിച്ച് കഴിയാറായതാ. നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു എഫക്റ്റ് ഒക്കെ കൊടുത്താണ്. ഇത് കാണുമ്പോൾ വല്ല മറ്റേ കാർട്ടൂൺസൊക്കെ കാണുന്ന പോലെയല്ലേ. അപ്പം ഞാൻ എന്താ ബാക്കി കൂടി നമ്മൾ പറിച്ച് കഴിയാറായിട്ടോ. ഇതിങ്ങനെയൊന്നും അല്ലടോ എന്നൊരവസ്ഥയിലായിപ്പോയി ഞാൻ. അപ്പം ഇതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണണം. ഈ വർഷത്തെ കുരുമുളക് കൃഷിയുടെ അവസാനത്തെ കുരുമുളകും കൂടി പറിച്ചു. നമ്മൾ ഈ കുരുമുളകിനെ പറിക്കാതെ വെക്കുമ്പോൾ ഈ യെല്ലോ കളറിങ്ങനെ ചെടിയിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ കുരുമുളകിൻ്റെ എരിവ് ഇത് അബ്സോർബ് ചെയ്ത് അതിലേക്ക് പിടിച്ചു എന്നാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചെറിയ കുരുമുളക് ചെടിയിൽ നമുക്ക് ഇത്രയും കുരുമുളക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കും അമ്മമ്മക്കൊക്കെ കൊടുക്കാനൊക്കെ ആയി. നമുക്കിനി ഇത്രയും കുരുമുളക് കിട്ടി. അപ്പം നിങ്ങൾക്കിങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആദ്യമായിട്ടാണ് ഇത്രയും, കഴിഞ്ഞൊല്ലൊന്നും ഇത്ര കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാ ഇനി അടുത്തൊല്ലും ഇതേപോലെ കിട്ടണം എന്നാണ് ഒരാഗ്രഹം. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ വീട്ടിൽ കൃഷിയൊക്കെ ചെയ്യണം. ഇപ്പോഴത്തെ കൃഷിയൊക്കെ ഇപ്പോഴത്തെ വെജിറ്റബിൾസൊക്കെ ഭയങ്കര ഹാർംഫുൾ കെമിക്കൽസൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങോട്ടൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളും നല്ലോണം ചെയ്യാം. അപ്പോൾ ബൈ.